ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതേപോലെ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ മോൾക്കൊരു ഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ് ഈ വേസ്റ്റ് മെറ്റീരിയലൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൽ കിട്ടുന്ന മെറ്റീരിയലൊക്കെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാലൻസ് ഉള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ എടുക്കാൻ പറ്റാത്ത മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ള സ്ട്രെയിറ്റ് വരുന്ന പോർഷനൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ലൈനിങ് ആണിത്. ലൈനിങ് കറക്റ്റ് ലെവലായിട്ട് വരുന്ന പീസുകളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വേസ്റ്റ് വരുന്ന ഇതേപോലുള്ള ചെറിയ ചെറിയ പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് സ്ട്രെയിറ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വിഡ്ത്തും ലെങ്ത്തൊക്കെ നോക്കിയിട്ട് നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അല്ലെങ്കിൽ ലെങ്ത്ത് വേണ്ടത് എത്രയാണോ അതനുസരിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിൽ എനിക്ക് 3 പീസായിട്ടാണ് കേട്ടോ മെറ്റീരിയൽ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 3 പീസും ഞാൻ കൂട്ടി ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട വിഡ്ത്തിലും ലെങ്ത്തിലുമാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട വിഡ്ത്തും ലെങ്ത്തൊക്കെ നോക്കിയിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്ക് 4 ഫോൾഡ് ചെയ്തിടാം കേട്ടോ. എന്നിട്ടാണ് മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ മെറ്റീരിയൽ കിട്ടുന്നത് അതേപോലെ മടക്കിയിടുക കേട്ടോ. എങ്ങനെയാണോ നീളം കിട്ടുന്നത് അതനുസരിച്ചിട്ട് മടക്കിയിടുക. അപ്പോൾ എനിക്ക് ഇതേപോലെ നീളത്തിലാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഇതേപോലെയാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിന് കിട്ടുന്ന ടോട്ടൽ ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഷോൾഡറാണ്. ഷോൾഡർ നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ ഹാഫ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് തന്നെ കൈക്കുഴിക്കും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ 1/4 എടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങ് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പിൽ പോവാത്ത രീതിയിൽ വേണം കർവ് വരച്ചു കൊടുക്കാൻ. തയ്യൽ തുമ്പിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടും വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ആ ഒരു എത്രയാണോ നമ്മൾ തയ്യൽത്തുമ്പ് എടുക്കുന്നത് ആ ഒരു തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അവിടെ തന്നെ ഷേപ്പ് വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ 1/4 എടുത്തിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തയ്യൽത്തുമ്പ് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൻ്റെ ഫുള്ള് ലെങ്ത്ത് വേണം. അപ്പോൾ ആ ഒരു ഫുൾ ലെങ്ത്ത് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ഒന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഈ താഴെ വരുന്ന ആ പോർഷനിൽ നമുക്ക് എത്രയാണോ ഇവിടുത്തെ ലെങ്ത്ത് കിട്ടിയേക്കുന്നത് ആ ഒരു ലെങ്ത്ത് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ അങ്ങ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മുടെ ഷേപ്പിൻ്റെ അങ്ങോട്ടേക്ക് ഇതേപോലെ കോണായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള അളവുകളിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ പിന്ന് ഊത്തിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ക്രൈപ്പ് ആയതുകൊണ്ട് തന്നെ തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്ന് ഊത്തിയതിന് ശേഷമാണ് ഫുള്ള് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മുടെ മെറ്റീരിയൽ തളർന്ന ടൈപ്പ് മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്ന് ഊത്തിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജോയിൻറ്റ് പോർഷൻ ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു അളവിൽ തന്നെ നമുക്ക് നല്ല മെറ്റീരിയലും നെറ്റൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ നല്ല മെറ്റീരിയൽ ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. സൈഡിൽ മാത്രം ഇതേപോലെ കോണായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മുടെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേനും നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ആ പോർഷനൊക്കെ കട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ മെറ്റീരിയൽ കിട്ടുന്നത് അതനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫുള്ള് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതേ നെറ്റും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡിസൈൻ നെറ്റാണ്. അപ്പോൾ ഡിസൈൻ നെറ്റ് ആ ഒരു നല്ല മെറ്റീരിയലിൻ്റെ പുറത്ത് ഇതേപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ട് ഫുള്ളൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ് കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്നില്ല, പകരം ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് സൈഡ് മാത്രമാണ് നെറ്റ് കിട്ടിയിരിക്കുന്നത്, ബാക്ക് സൈഡിന് നെറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ബാലൻസ് ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ ബാലൻസ് ഉള്ള നെറ്റിൽ നിന്ന് തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ബാലൻസ് ഉള്ള മെറ്റീരിയൽ ഇതേപോലെ നിവർത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ രണ്ടായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മടക്കി വെച്ചിട്ട് ഒരരികത്ത് ഒന്ന് കോണാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും നോക്കുന്നില്ല, ഞാൻ കിട്ടിയിരിക്കുന്ന ആ ഒരു മെറ്റീരിയലിൽ ഫുൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെഷർമെൻ്റ് ഒന്നും നോക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സ്ലീവ് കൊടുക്കുന്നത് ഫ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടോ, ഒരു പീസ് തന്നെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്ത്, അതായത് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പീസ് തന്നെ. അങ്ങനെ 2 പീസും ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് കോണായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വേറെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു 1/2 ഇഞ്ചോളം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 1/2 ഇഞ്ച് താഴേക്ക് കോണായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈഡ് ഇതേപോലെ ഒന്ന് ഫ്ലീറ്റ്സ് ഇട്ട് ഫുൾ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ 2 സ്ലീവിൻ്റെ പോർഷനും ഇതേപോലെ ഫ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്ലീവ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അടുത്തത് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ക്രേപ്പാണ് ലൈനിങ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ക്യാൻവാസ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്യാൻവാസ് എടുത്തതാണ് കേട്ടോ. ബാക്ക് സൈഡ് നെക്കൊക്കെ ഇത്തിരി വൈഡായിട്ടുള്ള നെക്കാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ക്യാൻവാസ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ക്യാൻവാസ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ബാക്ക് സൈഡിൻ്റെ ലെങ്ത്തും ഫ്രണ്ട് സൈഡിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഫ്രണ്ട് സൈഡിൻ്റെ ലെങ്ത്താണ്. പിന്നെ ഒരു ഇഞ്ച് നമുക്കിതിൻ്റെ വിഡ്ത്ത് വേണം ക്യാൻവാസിൻ്റെ, അതിന് വേണ്ടിയിട്ടാണ് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ബാക്ക് സൈഡിൻ്റെ നെക്ക് ലെങ്ത്ത്, അതിനുശേഷം 1 ഇഞ്ച് ഈ ക്യാൻവാസിന് വേണ്ടിയിട്ടുള്ള വിഡ്ത്താണ് കേട്ടോ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്കിന് എത്ര വിഡ്ത്താണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്കിന് വേണ്ട വിഡ്ത്തിൻ്റെ ഹാഫ് എടുത്തിട്ട് ക്യാൻവാസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് താഴെയും ഞാൻ അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിനും ഫ്രണ്ടിനും ഒരേ നെക്ക് വിഡ്ത്ത് തന്നെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഒന്നിച്ചങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് മോഡൽ നെക്കാണോ വേണ്ടത് ആ ഒരു മോഡൽ നെക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് സൈഡിൽ യു നെക്കും ബാക്ക് സൈഡിൽ വി നെക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ഇത്തിരി ലെങ്ത്ത് കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ വി നെക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ വരച്ചൊക്കെ കൊടുത്തതിന് ശേഷം പിൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതേ നെക്ക് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലൈനിങ്ങിൽ വെച്ച് അയൺ ചെയ്തിട്ട് നമുക്ക് നെക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഫ്രണ്ട് സൈഡ് പീസ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇത് നല്ല സൈഡാണ്. ഇതിൻ്റെ മീതിയായിട്ട് ലൈനിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ലൈനിങ്ങിൻ്റെ പുറത്തായിട്ടാണ് ഞാൻ ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് അതിൻ്റെ ഉള്ളിലേക്ക് പോകും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും. അപ്പോൾ ക്യാൻവാസ് പുറത്ത് കാണത്തുമില്ല. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ബാലൻസുള്ള പോർഷൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നെക്ക്. ബാലൻസുള്ള പോർഷൻ ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ 1 ഇഞ്ച് അകലത്തിലൊക്കെ ഇങ്ങനെ കട്ടിങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നെക്ക് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ടിങ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സൈഡൊക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്യാൻവാസ് ഈ ലൈനിങ്ങിൻ്റെ മീതെ വെച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതേപോലെ തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ക്യാൻവാസ് ഉള്ളിൽ പോകും. അപ്പോൾ അതിൻ്റെ ലൈനിങ്ങിൻ്റെ പോർഷനൊന്നും കാണത്തുമില്ല. നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി ഈ നെക്കിൻ്റെ സൈഡൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ അരികത്തുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ അരികത്തുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല സൈഡ് എടുത്തിട്ട് കൊടുക്കുക. അതിനുശേഷം ലൈനിങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീതെയായിട്ട് ക്യാൻവാസ് ഒട്ടിച്ച ലൈനിങ് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സെൻറ്റർ പോർഷൻ നോക്കി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ അരികത്തുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് അകലത്തിൽ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ അങ്ങ് കട്ടിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ലൈനിങ് മാറ്റി കൊടുത്തിട്ട് ഈ നല്ല സൈഡിൻ്റെ മീതെയായിട്ട് ഈ ഫ്രണ്ട് സൈഡിൻ്റെ നല്ല സൈഡ് ഇട്ട് കൊടുക്കുക. ഉണ്ടോ? ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഷോൾഡർ ആ സൈഡ് പീസ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ലൈനിങ് അതിൻ്റെ മീതെയായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് എത്രയാണോ എടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ചിലാണെന്നുണ്ടെങ്കിൽ 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് പുറത്ത് കാണത്തില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഷോൾഡറിൻ്റെ ആ ജോയിൻറ്റ് കാണത്തില്ല കേട്ടോ പുറത്ത്. അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും. ഇനി ഇതേപോലെ തിരിച്ചിട്ടിട്ട് ബാക്ക് സൈഡിൻ്റെ ആ നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് സ്ലീവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവ് ചെയ്യാൻ വേണ്ടി സെൻറ്ററിൽ, അതായത് ആ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ആ പോർഷനിൽ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സ്ലീവും ചെയ്ത് കൊടുക്കുക. ഈ സ്ലീവ് ആദ്യം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മീതിയിലൂടെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മീതെയായിട്ട് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അത് ഈ അരികത്തുനിന്ന് ഇങ്ങനെ അങ്ങ് തയ്യൽ തുമ്പ് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. 2 സ്ലീവ് സൈഡും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കർവ് പോർഷൻ നമുക്ക് ഇതേപോലെ 1 ഇഞ്ച് അകലത്തിൽ കട്ടിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കട്ടിങ് ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കർവ് സൈഡ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടിട്ടാണ് കട്ടിങ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ലൈനിങ് പീസ് മടക്കി ഉള്ളിലേക്ക് ആക്കിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫുൾ റൗണ്ടും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കൂട്ടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഷേപ്പ്
വിഡ്ത്ത് അടയാളപ്പെടുത്തിയില്ലേ, അവിടം വരെയാണ് നമ്മൾ ഈ 4 പീസും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കി താഴേക്ക് നല്ല പീസ് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ലൈനിങ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പിൻ്റെ ആ ഒരു വിഡ്ത്ത് വരെ നമുക്ക് ഫുള്ളങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഇതേപോലെ വെച്ചിട്ട് ഷേപ്പിൻ്റെ ആ വിഡ്ത്ത് വരെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൈനിങ് മാറ്റിയിട്ടിട്ട് നല്ല പീസ് മാത്രം എടുത്തിട്ടിട്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ് ഉള്ളിലേക്ക് മാറ്റിയിടുക. എന്നിട്ട് വേണം ഇതേപോലെ നല്ല മെറ്റീരിയലിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നല്ല മെറ്റീരിയലിൻ്റെ സൈഡ് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി താഴെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണ് എടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴത്തപ്പോൾ ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ലൈനിങ്ങിൻ്റെ സൈഡ് പോർഷനും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലൈനിങ്ങിൻ്റെ താഴെ പോർഷനും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ലൈനിങ് ഇതേപോലെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്ത് മടക്കി കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫുൾ വർക്ക് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടാ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ.